കഫം ഒഴിയുന്നതിനെക്കുറിച്ച്, അഥവാ വയറ്റിൽ നിന്ന് പോകുമ്പോൾ കഫം പൊയ്ക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പ്രതിവിധിയാണെന്ന് പറയുന്നത്. ഹെർബൽ ഡൈജസ്റ്റിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സസ്നേഹ നമസ്കാരം. പലപ്പോഴും പലരും ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കഫം ഒഴിഞ്ഞു പോന്നു എന്ത് ചെയ്യണം? അഥവാ അർശസിൻ്റെ പ്രശ്നമുണ്ട്, ആ കൂടെയും കഫത്തിൻ്റെ പ്രശ്നം പറയുന്നു. അതല്ലാത്ത ചില ആൾക്കാർക്ക് വയറടച്ച് വീർത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ വിമ്മിഷ്ടമൊക്കെ വന്ന് പെട്ടെന്ന് കഫം ഒഴിഞ്ഞു പോകുന്നു. വലിയ ബഹളത്തോടു കൂടിയായിരിക്കും ടോയ്ലറ്റിൽ പോയിരിക്കുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ വളരെ ആശ്വാസം, വേറെ ഒന്നും പോകാനില്ല വയറ്റിൽ നിന്ന്, പക്ഷേ കഫം തന്നെ പോകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിരുന്നു. ഒരു കാര്യം ഓർമ്മിക്കുക, വിശന്നിരുന്നിട്ട് വളരെ നേരം ആഹാരം കഴിക്കാതിരുന്നതിന് ശേഷം ഉണ്ടാകുന്ന കേസിന് ഇതൊരു പ്രതിവിധിയല്ല. എന്നിരുന്നാലും ഇത് കുറച്ച് പ്രയോജനം ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ചിലർക്ക് സ്വതവേ തന്നെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. മലാശയത്തിൽ നിന്ന് കഫം, വഴുവഴുത്ത കഫം പോകുന്നൊരവസ്ഥ വളരെ ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാക്കുന്നുണ്ട് ഈ സംഗതി. കാരണം ഇത് ചിലപ്പോഴേ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരെ പെട്ടെന്ന് പുറത്തേക്ക് പോകും. തുണിയിൽ അടിവസ്ത്രത്തിലൊക്കെ പറ്റും, ഉണങ്ങിപ്പിടിച്ച് കട്ടിയായിട്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ കൺട്രോളിലായിരിക്കുകയല്ല ചിലപ്പോൾ സംഭവിക്കുക. അങ്ങനെയുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രയോഗിച്ച് നോക്കാവുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്. ഇതിനാകെ വേണ്ടത് 2-3 കൂട്ടം സാധനങ്ങളേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ളവ തന്നെയാണെല്ലാം. ഒരു 3-4 സ്പൂൺ ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത് 3-4 സ്പൂൺ എടുത്ത് ഒരു ചട്ടിയിലിട്ടിട്ട് നല്ലവണ്ണം വറക്കുക. നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ വറക്കുക. ഗോൾഡൻ കളറിലേക്ക് വരുമല്ലോ. ആ സമയത്ത് അതിനകത്ത് ഒരു 2 സ്പൂൺ പഞ്ചസാര അല്ലെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതും കൂടെ കൂട്ടി ഇളക്കി ബ്രൗൺ നിറമാകുമ്പോൾ നിർത്തുക. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇടുക. അതിനകത്ത് ഒരു ഞുള്ള്, അതായത് 3 വിരൽ വെച്ചെടുക്കാവുന്നതാണ് ഈ ഒരു നുള്ളെന്ന് പറയുന്നത്. അത്രയും കുരുമുളക് പൊടി അഥവാ 2-3 കുരുമുളക് ചതച്ചത് കൂടി ഇടുക. കുരുമുളക് പൊടി അന്വേഷിച്ച് പോകണമെന്നില്ല, 2-3 കുരുമുളക്, 3 കുരുമുളക് കൂടി ഒട്ടും വേണ്ട. അല്ലെങ്കിൽ 2 എണ്ണം ആണെങ്കിലും മതി. ഇനി 1 എണ്ണേ കിട്ടിയുള്ളെങ്കിലും അതുകൂടെ ചതച്ചിടുക. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിക്കണം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നമ്മളൊരു അതിൻ്റെ ഒരു 1/3 അല്ലെങ്കിൽ പകുതി വെള്ളം വറ്റിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഒരു നേരമായിട്ട് കുടിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ 2-3 ദിവസം ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. സാധാരണഗതിയിൽ ഈ വക പ്രശ്നങ്ങളൊക്കെ മാറും. ഒഴിഞ്ഞു പോകുന്ന കഫത്തിൻ്റെ ശല്യം അതോടെ നിർത്താനായിട്ട് സാധിക്കും. ഇതുപോലുള്ള സിമ്പിൾ റെമഡീസ് വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കണം. സസ്നേഹം. നമസ്കാരം.